Unit number 8, Basic Concept of Budgeting. Meaning of budgeting. Budgeting may be defined as the process of preparing plans for the future activities of a business enterprise after considering and involving the objectives of the said organization. ബിസിനസ് സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സിനെ മുൻനിർത്തിക്കൊണ്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ബിസിനസ് സ്ഥാപനത്തിന്റെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് എങ്ങനെയാകണം എന്ന് പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ബഡ്ജറ്റിംഗ്. This also provides process or steps of collection and comparison of data by which deviation from the plan, either favorable or adverse, can be measured. അപ്പോൾ ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഡേറ്റ കളക്ട് ചെയ്യുകയും ആ ഡേറ്റയെ കമ്പയർ ചെയ്ത് ഡീവിയേഷൻ വല്ലതും ഉണ്ടെങ്കിൽ, പ്ലാൻ ചെയ്ത ഡേറ്റയുമായിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അത് ഒന്നെങ്കിൽ ഫേവറബിൾ ആകാം, അഡ്വൈസ് ആകാം, അതിനെ മെഷർ ചെയ്യുകയാണ് ബഡ്ജറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. ദിസ് അനാലിസിസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ പെർഫോമൻസ് അനാലിസിസ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, മിനിമൈസിംഗ് ദ വേസ്റ്റേജ് ആൻഡ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ തരത്തിലുള്ള ഈ രീതിയിലുള്ള അനാലിസിസ് നടത്തുന്നത് കൊണ്ട് ബിസിനസ് സ്ഥാപനത്തിന് അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനും കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനും വേസ്റ്റേജസ് കുറച്ചുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ റിസോഴ്സസ് ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ബഡ്ജറ്റിംഗ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്സ് ടു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ, ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ബഡ്ജറ്റ്, രണ്ട് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റ് ഈസ് എ പ്ലാനിംഗ് ഫംഗ്ഷൻ ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ കൺട്രോളിംഗ് സിസ്റ്റം ഓർ ടെക്നിക്ക്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാനിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് കൺട്രോളിംഗ് സിസ്റ്റം ആണ്, ടെക്നിക്കാണ്. ICMA London defined the budget as the budget is financial and quantitative statement prepared prior to the defined period of time. അപ്പോൾ നിശ്ചിത പീരീഡിന് മുൻപ് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ്. Budgetary control is a tool of control to achieve the budgeted goals. Budgetary control is the establishment of budgets relating to the responsibilities of the executives to the requirement of the policy and continuous comparison of actual with the budgeted results, either to secure by individual action the objectives of that policy or to provide a basis for its revision. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഇസ് എ സിസ്റ്റം ഓർ ടെക്നിക് വിച്ച് യൂസസ് ബഡ്ജറ്റ് ആസ് എ മീൻസ് ഓഫ് കൺട്രോളിങ് ഓൾ ആസ്പെക്ട് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ എല്ലാ ആസ്പെക്റ്റും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ബഡ്ജറ്റിനെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് സിസ്റ്റത്തിന് പറയുന്നതാണ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബഡ്ജറ്ററി കൺട്രോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാനേജ്മെന്റിന് അവരുടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിംഗ് കൺട്രോൾ ഒരു സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ടു കൺട്രോൾ ദ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് റവന്യൂ. കോസ്റ്റ് കുറച്ച് ഇൻക്രീസ് റവന്യൂ ഇൻക്രീസ് ചെയ്യുക. ടു റൺ ദ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ ആൻ എഫിഷ്യന്റ് മാനർ. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. To bring about the coordination between the different functions of an enterprise. ഒരു ബിസിനസ് എന്റർപ്രൈസിലെ പല ആക്ടിവിറ്റീസും ഫങ്ഷൻസും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുക. ടു കോർപ്പറേറ്റ് മെഷേഴ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡീവിയേഷൻ ഫ്രം ദ ബഡ്ജറ്റഡ് റിസൾട്ട്സ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എത്രത്തോളം ഡീവിയേഷൻ ആണ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. To ensure that the actions taken are in accordance with the targets if required to take suitable corrective action. നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ടാർഗറ്റിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ആക്ഷൻസ് നടത്തുന്നത് എന്നുള്ളതും
അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ടു പ്രിഡിക്ട് ദ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ, ഷോർട്ട് ടൈമും ദീർഘകാലത്തേക്കുള്ളതും കുറച്ച് കാലത്തെ ഷോർട്ട് ടൈമിലേക്കുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് തയ്യാറാക്കുന്നുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ബഡ്ജറ്റിങ്ങിലൂടെ നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ബിസിനസ് എന്റർപ്രൈസസിന്റെ ടാർഗറ്റിനെ കുറിച്ചുള്ള അവയർനെസ് ഇൻക്രീസ് ചെയ്യും. Budgeting increases the awareness about the business enterprise at all levels of management in the process of fulfillment of targets. മാനേജ്മെന്റിന്റെ എല്ലാ ലെവൽസിലുള്ളവർക്കും ടാർഗറ്റിന്റെ ഫുൾഫിൽമെന്റിനെ കുറിച്ചുള്ള അവയർനെസ് ബഡ്ജറ്റിംഗ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ബഡ്ജറ്റിംഗ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ബെറ്റർ കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഫങ്ഷൻസ്. പലതരത്തിലുള്ള ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ബിസിനസ്സിലെ പല ഫങ്ഷൻസും കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിംഗ് സഹായിക്കുന്നുണ്ട്. Budgeting is a process of self-explanation and self-criticism which is essential for the success of any organization. ബഡ്ജറ്റിങ്ങിലൂടെ നമുക്ക് സെൽഫ് എക്സാമിനേഷനും ആ ബിസിനസ് സ്ഥാപനത്തിന് അതിന്റെ പെർഫോമൻസ് എക്സാമിൻ ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്താനും സഹായിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, ബഡ്ജറ്റിംഗ് മേക്സ് എ പാത്ത് ഫോർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. ബഡ്ജറ്റിങ്ങിലൂടെ ടോപ്പ് മാനേജ്മെന്റിന്റെ സപ്പോർട്ടും പാർട്ടിസിപ്പേഷനും കുറച്ചും കൂടെ ആക്റ്റീവ് ആകും. നെക്സ്റ്റ് പോയിന്റ്, ബഡ്ജറ്റിംഗ് enables the organization to prefix its goals and push up the forces towards their achievements. അപ്പോൾ ബഡ്ജറ്റിങ്ങിലൂടെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് അവരുടെ ഗോൾസ് മുൻകൂട്ടി തന്നെ ഫിക്സ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കാനും സാധിക്കുന്നതാണ്. ബഡ്ജറ്റിംഗ് സ്റ്റിമുലേറ്റ്സ് ദ എഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്. ബഡ്ജറ്റിങ്ങിലൂടെ ബിസിനസ് സ്ഥാപനത്തിന്റെ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ക്രിയേറ്റ്സ് ദ ബേസിസ് ഫോർ ദ മെഷറിംഗ് ദ പെർഫോമൻസ്. ബിസിനസ് സ്ഥാപനത്തിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനും ഓരോ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ ഡിഫറെന്റ് ഫങ്ഷൻസ് എത്രത്തോളം നിറവേറ്റി എന്നുള്ള കാര്യം അറിയാനും ബഡ്ജറ്റിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ബഡ്ജറ്റിങ്ങിന്റെ അഡ്വാൻറ്റേജസ്: 1, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. 2, ഇൻക്രീസിംഗ് അവയർനെസ് അബൌട്ട് ദ ടാർഗറ്റ്സ്. 3, കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഫങ്ഷൻസ്. 4, സെൽഫ് എക്സാമിനേഷൻ ആൻഡ് ക്രിറ്റിസിസം. 5, for making more participation and support of management. 7, prefix goals and push up the forces towards their achievements. 8, effective use of resources and creates an attitude of cost consciousness and throughout the organization. റിസോഴ്സ് എഫക്റ്റീവായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോസ്റ്റ് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനം ശ്രമിക്കും. ബിസിനസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ നിന്നുണ്ടാകുന്ന ഫങ്ഷൻസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ബഡ്ജറ്റിംഗ്. In spite of the above advantages, budgeting has the following disadvantages. ഈ പറഞ്ഞിരിക്കുന്ന അഡ്വാൻറ്റേജസ് കൂടാതെ ബഡ്ജറ്റിങ്ങിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ്, പോരായ്മകളും ഉണ്ട്. 1, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത് അത് കറക്റ്റ് എമൗണ്ട് ആകണമെന്നില്ല. പലപ്പോഴും അതിനുള്ള എക്സാക്ട് സയൻസ് ഇല്ല, കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള എക്സാക്ട് സയൻസ് ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോരായ്മ. 2, ടോപ്പ് മാനേജ്മെന്റിന്റെ അബ്സല്യൂട്ട് സപ്പോർട്ടും എന്തൂസിയാസമാണ് ബഡ്ജറ്റിങ്ങിന്റെ സക്സസിന് ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും നമുക്കത് കിട്ടാണ്ട് വരുന്നത് കൊണ്ട് ബഡ്ജറ്റിംഗ് കൊളാപ്സ് ആയി പോകുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ബഡ്ജറ്റിങ്ങിന്റെ ഫോളോ അപ്പ് നടത്തേണ്ടത് എഫക്റ്റീവ് കൺട്രോൾ ആക്ഷനിലൂടെയാണ്. അത് പല സ്ഥാപനങ്ങളിലും ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പോരായ്മയാണ്. അടുത്ത പോയിന്റ്, The installation of the budgeting system is an elaborate process and takes time. ഒരു സ്ഥാപനത്തിലെ ബഡ്ജറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക, നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് സമയമെടുക്കുകയും ഒരുപാട്
ആയിട്ടുള്ള പ്രോസസ്സ് കൂടിയാണ് ബഡ്ജറ്റിങ്. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ഓൺലി എ സോഴ്സ് നോട്ട് എ ടാർഗറ്റ് ആൻഡ് ഹെൻസ് വി കനോട്ട് ടേക്ക് പ്ലേസ് ഓഫ് ദ മാനേജ്മെന്റ്. അതായത് നമ്മുടെ ടാർഗറ്റിലോട്ട് എത്താനുള്ള സോഴ്സ് മാത്രമാണ്, അല്ലാണ്ട് ടാർഗറ്റ് അല്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പകരമായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിങ്ങിനെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് റിക്വയർസ് ദ എക്സ്പീരിയൻസ്ഡ് മാൻ പവർ, ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് അനലൈസിസ്, കൺട്രോൾ എക്സെട്ര. അതായത് ബഡ്ജറ്റിംഗ് നല്ല രീതിയിൽ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാകണം, ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ടാകണം, അനലൈസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫും ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകണം. അതെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സ്റ്റാഫിനെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി അഫെയർ ആണ്. നെക്സ്റ്റ് ടോപ്പിക്ക്, എസെൻഷ്യൽസ് ഓഫ് എഫക്റ്റീവ് ബഡ്ജറ്റിംഗ്. ഒരു ബഡ്ജറ്റിനെ എഫക്റ്റീവ് ബഡ്ജറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ദർ ഷുഡ് ബി എ വെൽ പ്ലാൻഡ് ഓർഗനൈസേഷൻ സെറ്റപ്പ്. അതായത് ഒരു ബഡ്ജറ്റ് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ഒരു വെൽ ഓർഗനൈസ്ഡ്, വെൽ പ്ലാൻഡ് ഓർഗനൈസേഷണൽ സെറ്റപ്പ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉള്ള സ്ഥാപനത്തിൽ മാത്രമേ ബഡ്ജറ്റിങ് നല്ല ബെറ്റർ ആകത്തുള്ളൂ. സെക്കൻഡ് പോയിന്റ്, ദർ ഷുഡ് ബി എ ഗുഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ആ സ്ഥാപനത്തിൽ കറക്റ്റ് സമയത്ത് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗുഡ് അക്കൗണ്ടിങ് സിസ്റ്റം തന്നെ ഉണ്ടായിരിക്കണം. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ടൈമിൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, അക്കൗണ്ടിങ് സംവിധാനം ആ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. തേർഡ് പോയിന്റ്, വേരിയേഷൻ ഷുഡ് ബി റിപ്പോർട്ടഡ് പ്രോംപ്റ്റ്ലി. വേരിയേഷൻ, നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്ത ടാർഗറ്റിനേക്കാളും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് പ്രോംപ്റ്റ് ആയിട്ട്, കറക്റ്റ് ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അത് മാനേജ്മെന്റിന്റെ അപ്രോപ്രിയറ്റ് ലെവലിന് അറിയിച്ചിരിക്കണം. അടുത്ത നാലാമത്, ബഡ്ജറ്റ്സ് ഹാവ് നോ മീനിങ് അൺലെസ് ദേ ലീഡ് ടു കൺട്രോൾ ആക്ഷൻ ആസ് എ കോൺസിക്വൻസ് ഓഫ് ഫീഡ്ബാക്ക് പ്രൊവൈഡ്. കൺട്രോൾ ഇല്ലെങ്കിൽ ബഡ്ജറ്റ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ബഡ്ജറ്റ് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ആക്ഷൻസ് എടുക്കണം, കോൺസിക്വൻസ് വിലയിരുത്തണം. അതില്ലെങ്കിൽ അത് നല്ല ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ കൺട്രോളും കൂടെ ഉള്ള ബഡ്ജറ്റിനെ നമുക്ക് എഫക്റ്റീവ് ബഡ്ജറ്റ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അടുത്ത പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, ദ ഹോൾ സിസ്റ്റം ഷുഡ് എൻജോയ് ദ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഓഫ് ദ ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റിന്റെ സപ്പോർട്ടും കോപ്പറേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ആ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അടുത്ത ആറാമത്തെ പോയിന്റ്, സ്റ്റാഫ് ഷുഡ് ബി സ്ട്രോങ്ലി ആൻഡ് പ്രോപ്പർലി മോട്ടിവേറ്റഡ് ടുവേർഡ്സ് സിസ്റ്റം. ആ ബിസിനസ് സ്ഥാപനത്തിലുള്ള സ്റ്റാഫിനെ ബഡ്ജറ്റിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിന് മുൻപ് പ്രോപ്പർ ആയിട്ട്, സ്ട്രോങ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്തിരിക്കണം. എങ്കിലേ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് ഉണ്ടാകത്തുള്ളൂ. ലാസ്റ്റ് പോയിന്റ്, budgets should be prepared on the basis of the clearly defined business policies after discussion. അതായത് ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ട് വെൽ ക്ലിയർ ആയിട്ടുള്ള, നല്ല കൃത്യമായിട്ടുള്ള പോളിസിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ബഡ്ജറ്റ്സ് തയ്യാറാക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിലെ ബഡ്ജറ്റിംഗ് എഫക്റ്റീവ് ആണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ബഡ്ജറ്റീവ് എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് നടപ്പിലാക്കാവുന്ന സ്ഥാപനത്തിൽ വെൽ പ്ലാൻഡ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉണ്ടായിരിക്കണം. 2, അവിടെ ഒരു ഗുഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. 3, വേരിയേഷൻസ് കറക്റ്റ് സമയത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. 4, അവിടെ ഒരു കൺട്രോൾ ആക്ഷൻ, കോൺസിക്വൻസ് ഫീഡ്ബാക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അടുത്തത്, ടോപ്പ് മാനേജ്മെന്റിന്റെ സപ്പോർട്ട് ഉണ്ടാകണം. അവിടുത്തെ സ്റ്റാഫിന് പ്രോപ്പർ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കണം. അത് ലാസ്റ്റ് പറയുന്നുണ്ട്, ബഡ്ജറ്റ്സ് തയ്യാറാക്കേണ്ടത് ഡിഫൈൻഡ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള, വ്യക്തമായിട്ടുള്ള ബിസിനസ് പോളിസീസിന്റെ ഫ്രെയിം ചെയ്തതിന് ശേഷം ആയിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക്, എസ്റ്റാബ്ലിഷിംഗ് എ ബഡ്ജറ്റിംഗ് സിസ്റ്റം. എങ്ങനെ നമുക്കൊരു സ്ഥാപനത്തിൽ ബഡ്ജറ്റിംഗ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും? For preparing an efficient budget, there is an urgent need of well-versed system for preparing the budget. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബഡ്ജറ്റ് സിസ്റ്റം സ്ഥാപനത്തിൽ നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ. The process is required an efficient system of implementation within the organization. അതുകൂടാണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ പോരാ, ബഡ്ജറ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫിഷ്യന്റ് സിസ്റ്റം കൂടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ബഡ്ജറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ബഡ്ജറ്റിംഗ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട എസെൻഷ്യൽസ് ആണ്: 1, ബഡ്ജറ്റ് സെന്റേഴ്സ്; 2, ബഡ്ജറ്റ് കമ്മിറ്റി; 3, ബഡ്ജറ്റ് ഓഫീസർ; 4, ബഡ്ജറ്റ് മാനുവൽ; 5, ബഡ്ജറ്റ് പീരിയഡ്; 6,
ബഡ്ജറ്റ് കീ ഫാക്ടർ 7 ഫോർകാസ്റ്റിംഗ്, 8 ഡിറ്റർമൈനിങ് ലെവൽ ഓഫ് ആക്ടിവിറ്റി, 9 പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. അപ്പൊ ഈ 9 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്ഥാപനത്തിൽ ബഡ്ജറ്റിങ് നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ. The main essentials of establishment of system of budgeting. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന 9 കാര്യങ്ങൾ, എസെൻഷ്യൽ എലമെന്റ്സ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമതാണ് ബഡ്ജറ്റ് സെന്റേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, ബഡ്ജറ്റ് സെന്റേഴ്സ്. ബഡ്ജറ്റ് സെന്റർ ആർ ഡിഫൈൻഡ് ആസ് എ ഡിഫറെന്റ് സെക്ഷൻ ഓഫ് ആൻ അണ്ടർടേക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ബഡ്ജറ്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനത്തിന്റെ പല ഡിഫറെന്റ് ആയിട്ടുള്ള പല സെക്ഷൻസിന് പറയുന്നതാണ് ബഡ്ജറ്റ് സെന്റർ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് സെന്റർ ഉണ്ടെങ്കിൽ മാത്രമേ ബഡ്ജറ്ററി കൺട്രോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ സെപ്പറേറ്റ് ബഡ്ജറ്റ്, അതായത് അതിന്റെ ഹെഡുമായിട്ട് ആലോചിച്ച്, ഈ സെന്റേഴ്സിന്റെ ഹെഡുമായിട്ട് ആലോചിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ ബഡ്ജറ്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ആൻ അണ്ടർടേക്കിംഗ് ഓർ ഓർഗനൈസേഷൻ. സെക്കൻഡ്, ബഡ്ജറ്റ് കമ്മിറ്റി. The budget committee is a group of representatives of various functions in an organization. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ പല ഫങ്ഷൻസ് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവിന്റെ ഗ്രൂപ്പിന് പറയുന്നതാണ് ബഡ്ജറ്റ് കമ്മിറ്റി. ബഡ്ജറ്റില് ഓർഗനൈസേഷനിലെ പല ഫങ്ഷൻസ് ചെയ്യുന്ന പല ഡിപ്പാർട്ട്മെന്റിലെയും ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കുന്ന കമ്മിറ്റിക്ക് പറയുന്നതാണ് ബഡ്ജറ്റ് കമ്മിറ്റി. ബഡ്ജറ്റ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, ഒന്ന്, ബഡ്ജറ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മാനേജർമാരും പാസ്റ്റ് ഡേറ്റ, മുൻകാലത്തെ ഡേറ്റ കൊടുക്കുക എന്നുള്ളതാണ്. ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പാസ്റ്റ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്, ടു കോർഡിനേറ്റ് ഓർ റിവ്യൂ ദ ഫങ്ഷണൽ ബഡ്ജറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ജനറൽ പോളിസി ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനെ, പോളിസിനെ മുൻനിർത്തിക്കൊണ്ട് ആ ബഡ്ജറ്റിനെ കോർഡിനേറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഫങ്ഷണൽ നെസസറി ചേഞ്ചസ് വരുത്തിയതിനു ശേഷം, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ഫങ്ഷണൽ ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. ബഡ്ജറ്റ് കമ്മിറ്റിയുടെ മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് ആവശ്യത്തിന് ചേഞ്ചസ് വരുത്തിയിട്ട് ഫങ്ഷണൽ ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുക എന്നുള്ളത്. നാലാമത്, ടു പ്രിപ്പയർ ആൻഡ് പ്രസന്റ് ദ മാസ്റ്റർ ബഡ്ജറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫങ്ഷണൽ ബഡ്ജറ്റ്. ഫങ്ഷണൽ ബഡ്ജറ്റിനെ വെച്ചുകൊണ്ട് മാസ്റ്റർ ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. ലാസ്റ്റ് പോയിന്റ്, ടു റെക്കമെൻഡ് ആക്ഷൻ ടു ബി ടേക്കൻ ഓൺ ദ ബേസിസ് ഓഫ് ദ വേരിയസ് അനാലിസിസ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ടാർഗറ്റ് വന്നില്ലെങ്കിൽ അതിന്റെ വേരിയൻസിന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടാർഗറ്റിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ നടപടികൾ, അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതും ബഡ്ജറ്റ് കമ്മിറ്റിയുടെ ഫങ്ഷൻസിൽ പെട്ടതാണ്. അടുത്ത എസെൻഷ്യൽസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ ബഡ്ജറ്റിംഗിൽ മൂന്നാമത്തെ പോയിന്റ് ആണ് ബഡ്ജറ്റ് ഓഫീസർ. ടു ലിങ്ക് അപ്പ് ഓർ കോർഡിനേറ്റ് ദ വേരിയസ് ഫങ്ഷൻ, ടു ബ്രിങ് ദം ടുഗദർ ആൻഡ് ടു കോർഡിനേറ്റ് ദെയർ എഫേർട്സ് ഇൻ ദ മാറ്റർ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ടാർഗറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്, ടാർഗറ്റ് ഫിഗേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന, പല ഫങ്ഷൻസും കോർഡിനേറ്റ് ചെയ്യുന്ന ഓഫീസർക്ക് പറയുന്ന പേരാണ് ബഡ്ജറ്റ് ഓഫീസർ. ദെയർ ഷുഡ് ബി എ പേഴ്സൺ കോൾഡ് ബഡ്ജറ്റ് ഓഫീസർ ഓർ ബഡ്ജറ്റ് കൺട്രോളർ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസർ ഉണ്ടാകും, ഒരു പേഴ്സൺ ഉണ്ടാകും. ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ് ഓഫീസർ. ഇനി നമുക്ക് നോക്കാം ബഡ്ജറ്റ് ഓഫീസറുടെ പ്രധാനപ്പെട്ട ചുമതല. ഹെൽപ്പിംഗ് ഇൻ പ്രിപ്പയറിംഗ് ഓഫ് ബഡ്ജറ്റ്സ്, വേരിയസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക. കമ്പൈലിംഗ് ദി ഇൻഫർമേഷൻ അബൌട്ട് ആക്ച്വൽ പെർഫോമൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കളക്ട് ചെയ്ത് കമ്പാരിസൺ നടത്തുക. മൂന്നാമത്, അതിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ, ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റിന് ശ്രദ്ധയിൽപ്പെടുത്തുക. അതുമായി ബന്ധപ്പെട്ട്, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബഡ്ജറ്റ് ഓഫീസറുടെ ചുമതല. അടുത്ത നാലാമത്തെ എസെൻഷ്യൽ ആണ് ബഡ്ജറ്റ് മാനുവൽ. Budget manual is defined as a document which sets the outstanding instructions, the responsibility of the person engaged in and the procedure, forms and records relating to the preparation and use of the budgets. ബഡ്ജറ്റ് എങ്ങനെ തയ്യാറാക്കണം, അത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, റെസ്പോൺസ് ആർക്കാണ് ഇതിന്റെ ചുമതല,
എന്ത് പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ ഫോംസ് ആണ് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ റെക്കോർഡ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് പറയുന്ന റെക്കോർഡിന് പറയുന്നതാണ്, ഡോക്യുമെന്റിന് പറയുന്ന പേരാണ് ബഡ്ജറ്റ്സ് മാനുവൽ. ബഡ്ജറ്റ് മാനുവലുള്ള പ്രധാനപ്പെട്ട മാറ്റേഴ്സ് എന്ന് പറയുന്നത് ദ ഡേറ്റ്സ് ബൈ വിച്ച് പ്രിലിമിനറി ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻസ് ആർ ടു ബി സബ്മിറ്റഡ്. എന്നാണ് പ്രിലിമിനറി പ്ലാൻസ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഏത് ഫോമിലാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്, ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, എക്സ്പെൻസിനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടത്, ഏത് വ്യക്തിയാണ് അത് സ്ക്രൂട്ടനൈസിന് വേണ്ടിയിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടത്, പിന്നെ മാനേജിങ് ഡയറക്ടറുടെ ഡിപ്പാർട്ട്മെന്റൽ മാനേജറിലെ കൺസെന്റ് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് വേണ്ടത്, പിന്നെ എങ്ങനെയാണ് ഫങ്ഷണൽ ബഡ്ജറ്റ് ഫൈനലൈസ് ചെയ്യുന്നത്, മാസ്റ്റർ ബഡ്ജറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബഡ്ജറ്റ് മാനുവലിൽ ഉണ്ടാകുന്നത്. അടുത്ത അഞ്ചാമത്തെ ബഡ്ജറ്റിംഗ് എസ്റ്റാബ്ലിഷ്മെന്റിലെ എസ്റ്റാബ്ലിഷിംഗ് എ ബഡ്ജറ്റിംഗ് സിസ്റ്റത്തിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സിസ്റ്റം ഓഫ് ബഡ്ജറ്റിലെ അടുത്ത അഞ്ചാമത്തെ എസെൻഷ്യൽ എലമെന്റ് ആണ് ബഡ്ജറ്റ് പീരിയഡ്. This is the period for which forecast can be reasonably be made and budget can be formulated. അപ്പോൾ എത്ര നാളത്തേക്കാണോ നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ആ പീരീഡിന് പറയുന്നതാണ് ബഡ്ജറ്റ് പീരീഡ്. അതൊന്നെങ്കിൽ ഷോർട്ട് ടൈം പീരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോങ് ടൈം പീരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് പീരീഡ് ആയിരിക്കാം. ബഡ്ജറ്റിന് അനുസരിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് പീരീഡ് തീരുമാനിക്കുന്നത്. 6th പോയിന്റ്, ബഡ്ജറ്റ് കീ ഫാക്ടർ. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കും അതിനെ ലിമിറ്റ് ചെയ്യുന്ന ഗവേൺ ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന് പറയുന്നതാണ് ബഡ്ജറ്റ് കീ ഫാക്ടർ. അടുത്ത 7ാമത്തെ പോയിന്റ്, ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈവൻറ്റ്സ് ലൈക്ലി ടു ഒക്കർ. അതായത് ബഡ്ജറ്റിങ്ങുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഓരോ ഈവൻറ്റ്സും എപ്പോഴാണ് നടക്കുന്നത്, ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫോർകാസ്റ്റിംഗ് കാണിക്കുന്നത്. ഇറ്റ് കൺവേർട്സ് ദ ഡിഗ്രി ഓഫ് ദ ലൂസ്നെസ് so that it is usually the practice to judge the accuracy of the forecast on the basis of the actual performance. Forecasting is the statement of events likely to occur. അതായത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് ഫോർകാസ്റ്റിംഗ്. അടുത്ത 8ാമത്തെ പോയിന്റ്, ഡിറ്റർമൈനിങ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. The level of activities are determined the basis of the information estimate provided regarding the future conditions and activities. നിലവിലുള്ള ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന കണ്ടീഷൻസിനെയും ആക്ടിവിറ്റീസിനെയും വെച്ചുകൊണ്ട് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതും എസെൻഷ്യൽ എലമെന്റ്സിൽ പെട്ടതാണ്. 9ാമത്തെ പോയിന്റ്, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത്. The manager who is responsible for meeting the budgeted performance should be prepared the budget for those areas for which they are responsible. അപ്പോൾ ഓരോ മാനേജറും അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ 9 എസെൻഷ്യൽ എലമെന്റ്സ് ആണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബഡ്ജറ്റ് സിസ്റ്റത്തിൽ ഉള്ളത്. അതാണ് ബഡ്ജറ്റ് സെന്റേഴ്സ്, ബഡ്ജറ്റ് കമ്മിറ്റി, ബഡ്ജറ്റ് ഓഫീസർ, ബഡ്ജറ്റ് മാനുവൽ, ബഡ്ജറ്റ് പീരിയഡ്, ബഡ്ജറ്റ് കീ ഫാക്ടർ, ബഡ്ജറ്റ് ഫോർകാസ്റ്റിംഗ്, ഡിറ്റർമൈനിങ് ലെവൽ ഓഫ് ആക്ടിവിറ്റി, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ്സ്. ബഡ്ജറ്റിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഓൺ ദ ബേസിസ് ഓഫ് ടൈം, ഫംഗ്ഷൻ ഓർ ഫ്ലെക്സിബിലിറ്റി. ഒന്നെങ്കിൽ ടൈമിനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റിനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷനെ വെച്ചുകൊണ്ട് ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈമിനെ വെച്ചുകൊണ്ട് ബഡ്ജറ്റിനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ടൈമിനെ വെച്ചുകൊണ്ട് ബഡ്ജറ്റിനെ 3 ആയിട്ടാണ്: ലോങ് ടൈം, ഷോർട്ട് ടൈം, കറണ്ട് ബഡ്ജറ്റ്. ടൈമിനെ വെച്ചുകൊണ്ട് ബഡ്ജറ്റിനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ലോങ് ടൈം, ഷോർട്ട് ടൈം, കറണ്ട്. ഫംഗ്ഷൻസിനെ വെച്ചുകൊണ്ട് ബഡ്ജറ്റിനെ 9 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: സെയിൽസ്, പ്രൊഡക്ഷന്, സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, പർച്ചേസ്, പേഴ്സണൽ, റിസർച്ച്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാഷ്, മാസ്റ്റർ. ഫ്ലെക്സിബിലിറ്റിനെ വെച്ചുകൊണ്ട് ബഡ്ജറ്റിനെ 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഫിക്സഡ് ബഡ്ജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ബഡ്ജറ്റിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈമിനെ വെച്ചുകൊണ്ടാണെങ്കിൽ ഷോർട്ട്, ലോങ്, കറണ്ട്. ഫംഗ്ഷൻസിനെ വെച്ചുകൊണ്ടാണെങ്കിൽ സെയിൽസ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, പേഴ്സണൽ, റിസർച്ച്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാഷ്, മാസ്റ്റർ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഫ്ലെക്സിബിലിറ്റി വെച്ചുകൊണ്ടാണെങ്കിൽ ഫിക്സഡ് ബഡ്ജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്.